നമസ്കാരം, ഫാസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. നിതിൻ രാജിന്റെ മരണത്തിൽ അന്വേഷണം പുരോഗമിക്കുന്നതിനിടെ നിതിന്റെ ഒരു ഓഡിയോ സന്ദേശം കൂടി പുറത്ത്. വിവേചനങ്ങൾക്കിടയിലും ഒരു അധ്യാപകൻ പിന്തുണ നൽകിയതിനെക്കുറിച്ച് സന്ദേശം. ആരൊക്കെ തളർത്തിയാലും താൻ ഡോക്ടറായിട്ടേ പുറത്തിറങ്ങൂ എന്ന നിശ്ചയദാർഢ്യമാണ് സുഹൃത്തിനയച്ച സന്ദേശത്തിലുള്ളത്. നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട് കർശന നടപടി സ്വീകരിക്കാൻ നിർദ്ദേശം നൽകി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. കോളേജ് അധികൃതർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാൻ ആരോഗ്യ സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ മോഹൻ കുന്നുമലിന് ഗവർണർ നിർദ്ദേശം നൽകി. ആരോഗ്യ സർവകലാശാല നിയോഗിച്ച പ്രത്യേക അന്വേഷണ സമിതി നാളെ കോളേജിലെത്തി തെളിവെടുപ്പ് നടത്തും. തിരുവനന്തപുരം നെടുമങ്ങാട് വൻ കവർച്ച. ആളൊഴിഞ്ഞ വീട്ടിൽ നിന്നും 25 പവൻ സ്വർണം കവർന്നു. ചുള്ളിമാനൂർ സ്വദേശി അനസിന്റെ വീട്ടിൽ നിന്നുമാണ് സ്വർണം മോഷണം പോയത്. അനസും കുടുംബവും ഊട്ടിയിലേക്ക് വിനോദയാത്രയ്ക്ക് പോയിരിക്കുകയായിരുന്നു. വീടിന്റെ മുൻവശത്തെ വാതിൽ ആയുധങ്ങൾ ഉപയോഗിച്ച് കുത്തിപ്പൊളിച്ച നിലയിലായിരുന്നു. അകത്തു കയറിയ മോഷ്ടാക്കൾ ബെഡ്റൂമിലെ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന സ്വർണ്ണാഭരണങ്ങളാണ് കവർന്നത്. നെടുമങ്ങാട് പോലീസ് പരിശോധന നടത്തി. ബീഹാറിന്റെ 21ാമത് മുഖ്യമന്ത്രിയായി മുതിർന്ന BJP നേതാവ് സാമ്രാട്ട് ചൗധരി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ഗവർണർ സയ്യിദ് അദ് ഹസ്നൈൻ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. സംസ്ഥാനത്തെ ആദ്യ BJP മുഖ്യമന്ത്രിയാണ് സാമ്രാട്ട് ചൗധരി. 2 പതിറ്റാണ്ടുകൾക്ക് ശേഷം നിതീഷ് കുമാർ മുഖ്യമന്ത്രി കസേര ഒഴിഞ്ഞതോടെയാണ് സാമ്രാട്ട് ചൗധരി സ്ഥാനമേറ്റത്. വനിതാ സംവരണ മണ്ഡല പുനർനിർണയ ബില്ലിൽ പ്രതിഷേധം ശക്തമാക്കാൻ പ്രതിപക്ഷ പാർട്ടികൾ. ഇന്ന് വൈകിട്ട് കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി യോഗം ചേരും. നാളെ ആരംഭിക്കുന്ന പാർലമെന്റിന്റെ പ്രത്യേക സമ്മേളനത്തിൽ സ്വീകരിക്കേണ്ട നിലപാട് ചർച്ച ചെയ്യാനാണ് യോഗം. പ്രതിപക്ഷ സഖ്യ നേതാക്കളും ഇന്ന് മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിൽ ചർച്ച നടത്തും. വനിതാ സംവരണ ഭേദഗതി ബില്ലിനെ എതിർക്കേണ്ടതില്ല എന്നാണ് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികളുടെ നിലപാട്. അമേരിക്കയും ഇറാനും തമ്മിൽ വീണ്ടും സമാധാന ചർച്ച. ഇസ്ലാമാബാദിലെ ചർച്ച പരാജയപ്പെട്ടെങ്കിലും ഈ മാസം 21-ന് വെടിനിർത്തൽ കാലാവധി തീരുന്നതിന് മുൻപ് വീണ്ടും ചർച്ച നടന്നേക്കുമെന്ന റിപ്പോർട്ട്. ഈ ആഴ്ച തന്നെ ചർച്ച നടത്താൻ ആലോചന. അമേരിക്കൻ സംഘം വീണ്ടും പാകിസ്ഥാനിലെത്തും. നിബന്ധനകൾ അംഗീകരിക്കാൻ ഇറാൻ തയ്യാറായാൽ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വൻ വർധന. ഗ്രാമിന് 130 രൂപ വർദ്ധിച്ച് 14,240 രൂപയിലെത്തി. പവന് വില 1,040 രൂപ വർദ്ധിച്ച് 1,13,920 രൂപയിലെത്തി. US ഇറാൻ സമാധാന ചർച്ചകൾ ഉടൻ നടക്കുമെന്ന പ്രതീക്ഷയിൽ രാജ്യാന്തര വിപണിയിൽ വില കുതിച്ചതോടെയാണ് കേരളത്തിനും സ്വർണ്ണവിലയിൽ മാറ്റമുണ്ടായത്. IPL-ൽ ഇന്ന് ലക്നൗ സൂപ്പർ ജയൻസും റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവും നേർക്കുനേർ. മത്സരം രാത്രി 7:30 മുതൽ ബാംഗ്ലൂരു ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ. 4 മത്സരങ്ങളിൽ 2 മത്സരം വിജയിച്ച് പട്ടികയിൽ 7ാം സ്ഥാനത്താണ് ലക്നൗ. 3 ജയവുമായി പട്ടികയിൽ 3ാം സ്ഥാനത്താണ് RCB. ഫാസ്റ്റ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.